തെരുവ് നായകളെ പാർപ്പിച്ചിരിക്കുന്ന ഒരു ഷെൽട്ടറിലെ കാഴ്ച അല്ലിത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ ജനവാസ മേഖലയിലാണ് നാട്ടുകാർക്കെല്ലാം ബുദ്ധിമുട്ട് ആയ ഈ കാഴ്ചയുള്ളത്. ഈ വീട്ടിൽ ഏതാണ്ട് 50ഓളം നായ്ക്കളുണ്ട്. തെരുവ് നായ്ക്കളാണ്. പല സ്ഥലങ്ങളിൽ നിന്നും കിട്ടിയ നായ്ക്കളെ ഈ വീട്ടിലെ ഉടമ, പ്രത്യേകിച്ചും എടുത്തു പറയേണ്ടത് കഴക്കൂട്ടം പോലീസ് സ്റ്റേഷനിലെ ഒരു പോലീസ് ഉദ്യോഗസ്ഥയാണ് ഈ നായ്ക്കളെ ഈ വീട്ടിൽ കൊണ്ട് പാർപ്പിച്ചിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ജനവാസ മേഖല, തൊട്ടടുത്തെല്ലാം തന്നെ വീടുകളുണ്ട്. വലിയ വീടുകളൊക്കെ നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. ഫ്ളാറ്റുകളുണ്ട്. സത്യം പറഞ്ഞാൽ ഈ വീട്ടിലുള്ളവർക്ക് ഇപ്പോൾ പുറത്ത് ഇറങ്ങാൻ കഴിയാത്തൊരവസ്ഥയാണ്. തെരുവ് നായകളെ പേടിച്ചത്. ഇവിടെ ഏകദേശം ഒരു 40ൽ കൂടുതൽ പട്ടികളുണ്ട്. അപ്പം ഈ പട്ടികളെ ഒരു മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് വീട്ടിലേക്കുള്ള ആക്സസ് ഇല്ല. ഒരു 6 മണി കഴിഞ്ഞാൽ ഈ പട്ടികളെല്ലാം പുറത്തേക്കാണ്. അപ്പം എനിക്ക് 10 വയസ്സുള്ളൊരു മോനും ഉണ്ട്. എനിക്ക് വീടിൻ്റെ പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല, വീട്ടിൻ്റെ ഉള്ളിലേക്കും കയറാൻ പറ്റില്ല. കണ്ടല്ലോ കുറേ പട്ടികളുണ്ട്, അത് വീട്ടിലേക്ക് വിടില്ല. രണ്ടാമത്തെ കാര്യം, എനിക്കൊരു ബേസിക് അമ്യൂണിറ്റീസ് എൻ്റെ വീട്ടിൽ എത്തുന്നില്ല. എനിക്ക് പത്രം വരില്ല, പാല് വരില്ല, ഒരു ഡോർ ഡെലിവറിയും ചെയ്യില്ല, ഒന്നും വരില്ല. ഇലക്ട്രിസിറ്റി ബില്ല്, വാട്ടർ ബില്ല് ഞാൻ ഇവിടുന്ന് ഫോട്ടോ എടുത്ത് അവർക്ക് അയച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എൻ്റെ ബേസിക് ഹ്യൂമൻ റൈറ്റ്സ് കൂടി എനിക്കിവിടെ കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. ഒരു 6 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാനിവിടെ കംപ്ലീറ്റ്ലി ഐസൊലേറ്റ്. അതാണ് ഇപ്പോൾ പ്രശ്നം. ഒരു ഒറ്റപ്പെട്ട അവസ്ഥയാണ്. അതെ. ഇതിപ്പോൾ പരാതികളൊക്കെ കൊടുത്തു. എന്താണ് 2024 തൊട്ടേ ഞാൻ ഇതിൻ്റെ പുറകെയാണ്. 2024 ഞാൻ കോർപ്പറേഷനിൽ കംപ്ലയിൻറ്റ് കൊടുത്തത്. അത് ഞാൻ കുറേ ഫോളോ അപ്പ് ചെയ്തു. അത് കഴിഞ്ഞ് ഹ്യൂമൻ റൈറ്റ്സിൽ കൊടുത്തു, ഓംബുഡ്സ്മാനിൽ കൊടുത്തു. പക്ഷേ എനിക്ക് ഇതുവരെ ഒരു റെസ്പോൺസും കിട്ടിയിട്ടില്ല. എസൻഷ്യൽ ഓയിൽസ് വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അത് മൾട്ടിപ്പിൾ ഒഴിച്ച് കുറേ കത്തിച്ച് വെക്കും വൈകിട്ടാണ്. ഈ വീട്ടിന് മുറ്റത്ത് പോലും നിൽക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. അത്രയധികം അസഹ്യമായ ദുർഗന്ധമാണ് അനുഭവപ്പെടുന്നത്. കുറച്ച് നാട്ടുകാർ കൂടിയുണ്ട്. എന്താണ് ഇവിടുത്തെ ഒരു അവസ്ഥ? എന്നാണ് രാത്രിയെ പോലെ ഭയങ്കര സ്മെല്ലാണ്. ഇതിലൂടെ പാസ് ചെയ്യാൻ പോലും പറ്റില്ല. കുട്ടികൾക്ക് പുറക്കാൻ പറ്റില്ല. ഒരു രാത്രിയാകുമ്പോൾ പട്ടികൾ താഴോട്ടേക്ക് ഇറങ്ങി വരും. താഴോട്ട് ഇറങ്ങി വന്നിട്ട് ആ ഏരിയയിലൊക്കെ കറങ്ങി നടക്കുകയാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ പുറത്ത് വിടില്ല, എല്ലാം അടച്ചിടുകയാണ് ഇപ്പോൾ ചെയ്യുന്നത്. സാധാരണ ഒരു പൗരൻ എന്ന രീതിയിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഉപദ്രവം അയൽക്കാരിൽ നിന്നും നേരിട്ടാൽ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടായാൽ നമ്മൾ സമീപിക്കുന്നത് പോലീസിലായിരിക്കും. പക്ഷേ ഇവിടെ തൊട്ടടുത്ത് താമസിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നാണ് ഈ വീട്ടുകാർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടുന്നത്. ചിക്കൻ സ്റ്റാൾ അവിടെ നിന്നൊക്കെ വേസ്റ്റ് ഒക്കെ കൊണ്ടുവന്ന് ഈ വഴിക്കാടാറ്. അതിൻ്റെ സ്മെല്ല് വേറെ. അത് കഴിക്കാനായിട്ട് മേ ബി പുറത്തുനിന്നും പട്ടികൾ വരുന്നുണ്ടാവാം. അപ്പോൾ അത് ഭയങ്കര ദുർഗന്ധമാണ്. തിരുവനന്തപുരം കോർപ്പറേഷനിൽ അധികാരത്തിലെത്തിയ BJPയുടെ ഭരണകൂടം അവരുടെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിൽ ഏറ്റവും പ്രധാനമായി ഉയർത്തിക്കാട്ടിയത് ഈ തെരുവുനായയുടെ പ്രശ്നത്തിനുള്ള പരിഹാരമാണ്. അതുകൊണ്ട് തന്നെ ഈ വീട്ടമ്മയുടെയും ഈ നാട്ടുകാരുടെയും വിഷയം ഞങ്ങൾ മേയർക്ക് മുന്നിലേക്ക് വയ്ക്കുകയാണ്. പരിഹാരം ഉണ്ടാക്കണം. MR അനൂപിനൊപ്പം AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.